രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ തന്നെ പാലക്കാട് ബിജെപിയുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ഉന്നയിച്ചു. അവന്തികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രശാന്ത് ശിവൻ പ്രധാനമായും മാധ്യമങ്ങളോട് പറഞ്ഞത്. പുറത്തു പറയാൻ ഭയമുണ്ട് എന്ന് അവന്തിക തന്നോട് പറഞ്ഞിരുന്നു. പുറത്തു പറഞ്ഞതിന് ശേഷമാണ് കൂടുതൽ വിവരങ്ങൾ അറിയുന്നത് എന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു. രാഹുലിന്റെ ഫ്ളാറ്റിൽ ആരൊക്കെ വന്നു പോയി എന്ന് പോലീസ് അന്വേഷിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. ജനുവരി 27, 28, 29, മെയ് 25 തീയതികളിലെ വിവരങ്ങൾ എടുക്കണമെന്നാണ് പ്രശാന്ത് ശിവൻ പറയുന്നത്. ഇപ്പോൾ പ്രശാന്ത് ശിവൻ തന്നെ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. പ്രശാന്ത്, ഈ ദിവസങ്ങളുടെ കാര്യം, ഈ ദിവസങ്ങളിൽ ഫ്ളാറ്റിൽ ആരൊക്കെ വന്നു പോയി എന്ന് പോലീസ് അന്വേഷിക്കണം എന്ന് പറയുന്ന സാഹചര്യം എന്താണ്? പ്രശാന്ത്, കേൾക്കാമോ? കേൾക്കാം. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഫ്ളാറ്റിലെ കാര്യങ്ങൾ, ഫ്ളാറ്റിൽ ആരൊക്കെ വന്നുപോയി എന്ന് അന്വേഷിക്കണം എന്ന് പറയുന്നത്? ഏത് സാഹചര്യത്തിലാണ് ഈ അവന്തിക പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെയല്ല, അവന്തിക തന്റെ സുഹൃത്താണെന്നും തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ കൊടുക്കാൻ പ്ലാൻ ഉണ്ട് എന്നും ആദ്യം തന്നോട് അവന്തിക വിളിച്ചറിയിച്ചു എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ താങ്കളുടെ ഇടപെടൽ ഏത് തരത്തിലാണ്? അല്ല, ഇതുമായി ബന്ധപ്പെട്ടിട്ട് അതിന് ശേഷമുള്ള സമയത്ത്, 5 മണിക്ക് ശേഷം, 4 മണി ആ സമയത്തോടുകൂടി തന്നെ അവന്തിക കൃത്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ചാനലുകളിൽ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ കൂടുതൽ വിവരങ്ങൾ ഞാൻ പറയേണ്ടതില്ല, അവന്തിക തന്നെയാണ് പറയേണ്ടതായിട്ടുള്ളത്. പിന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ കഴിഞ്ഞ 4 ദിവസമായി തുടർച്ചയായി ചോദിക്കുന്നുണ്ട്. ഇവിടെ പുറത്തു വന്നിട്ടുള്ള ഓഡിയോ മെസ്സേജുകളുണ്ട്. അവിടെ നിർബന്ധപൂർവം ആ പെൺകുട്ടിയെ നിർബന്ധിപ്പിച്ച് ഗർഭചിത്രത്തിനെ പ്രേരിപ്പിച്ചുകൊണ്ട് ടാബ്ലറ്റ് കഴിക്കാൻ നിർബന്ധിക്കുന്ന ഓഡിയോ ഉൾപ്പെടെ പുറത്തു വരുന്നുണ്ട്. അതിനെക്കുറിച്ച് യാതൊരുവിധ മറുപടി പറയുവാനും രാഹുൽ തയ്യാറായിട്ടില്ല. ഈ പുറത്തു വന്നിട്ടുള്ള ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ മെസ്സഞ്ചറോ വാട്സപ്പോ ചാറ്റുകളെക്കുറിച്ച് യാതൊരുവിധ മറുപടിയും രാഹുൽ ഈ സമയം വരെയും നൽകിയിട്ടില്ല. ഇത് തൻ്റേതല്ല എന്ന് നിഷേധിക്കുവാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ഇവിടെ തുടർച്ചയായി ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയെ നിർബന്ധിപ്പിച്ച് ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു എന്നുള്ളതാണ്. അതിലെന്തുകൊണ്ടാണ് രാഹുൽ ഇതുവരെയായും അത് തൻ്റെ വോയിസ് നോട്ടല്ല എന്ന് പറയുവാനായിട്ട് തയ്യാറായോ? ഇന്നത്തെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പോലും അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ആ വിഷയത്തിൽ ചെയ്തത്. പിന്നെ 1 മാസം മുൻപ് അവന്തിക ഇത്തരത്തിൽ തനിക്ക് മെസ്സേജ് അയച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് അവന്തികയും രാഹുലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതിനകത്ത് കൂടുതൽ വിവരം വേണമെന്നുണ്ടെങ്കിൽ അവന്തികയുടെയോ രാഹുലിൻ്റെയോ കൂടുതൽ വിവരങ്ങൾ പോലീസ് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതിനകത്ത് കൂടുതൽ ടെക്നിക്കലി ആ ഫോണുകൾ പരിശോധിക്കുന്ന സമയത്ത് മാത്രമേ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. ഇവിടെ മറ്റു വിവരങ്ങൾ അപ്പോഴും നിൽക്കുന്നുണ്ടല്ലോ. ഇവിടെ പരാതി ഉയർത്തി ബാക്കിയുള്ള ആരോപണങ്ങളെല്ലാം തെറ്റായിരുന്നു, ബാക്കിയുള്ള പരാതികളെല്ലാം തെറ്റാണ് എന്ന ഒരു ധ്വനി ഉണ്ടാക്കാനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിച്ചിരിക്കുന്നത്. അവന്തിക ഇതാ തന്നെ അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ഗൂഢാലോചനയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്നാണ് ആ വോയിസ് നോട്ടുകൾ പ്ലേ ചെയ്തുകൊണ്ട് അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിച്ചത് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ. തീർച്ചയായും അത്തരത്തിൽ തന്നെയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനുശേഷം ഈ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിന് ശേഷം ഞാൻ 1-2 ചാനലുകളിൽ അവന്തിക ബൈറ്റ് കൊടുക്കുന്നത് കണ്ടു. ഇത് ഓഗസ്റ്റ് മാസം 1-ാം തീയതിയിലാണ് എന്നാണ് പറയുന്നത്. എനിക്കതുമായി ബന്ധപ്പെട്ട് എത്രാം തീയതിയിലാണ് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അവർ പറഞ്ഞ ആരോപണത്തിൽ നിന്നും പുറകോട്ട് പോയിട്ടില്ല. അത് അവരെ ബാധിക്കുന്ന വിഷയമാണ്. ഇവിടെ മറ്റു ചോദ്യങ്ങളിൽ നിന്ന് ഈ ഓഗസ്റ്റ് മാസം 1-ാം തീയതിയിലെ വോയിസ് നോട്ടിനെ ഉയർത്തിക്കാടിച്ചിട്ട് മറ്റു ചോദ്യങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല. ഇങ്ങനെ ഇത്തരത്തിൽ പിന്തിരിഞ്ഞു പോകുന്നത് കൊണ്ട് കേരള സമൂഹത്തെ വിഡ്ഢികളാക്കുകയാണ്. മറ്റു ചോദ്യങ്ങൾ അവിടെ അവശേഷിക്കുന്നുണ്ടല്ലോ. ഈ സ്ക്രീൻഷോട്ടുകൾ ആരുടേതായിരുന്നു? ഈ വോയിസ് നോട്ടുകൾ ആരുടേതായിരുന്നു? അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഉൾപ്പെടെയുള്ള ചാറ്റ്, വാട്സപ്പ് ചാറ്റ് പുറത്തുവിട്ടു. ഇതാരുടേതാണ്? ഇത് കൃത്രിമമായി ഉണ്ടാക്കിയതാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നില്ല? ഇതിനൊന്നും രാഹുൽ മറുപടി പറയുന്നില്ല. കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ ഡബിൾ സ്റ്റാൻഡാണ് ഇതിലെടുക്കുന്നത്. ചില കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ അദ്ദേഹം രാജിവെക്കണമെന്ന് പറയുമ്പോഴും കോൺഗ്രസ് പാർട്ടിയുടെ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം നിൽക്കുന്നു. ഇവിടെ VD സതീശനും ഷാഫി പ്രശാന്ത് ശിവൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ രാഹുൽ ഈശ്വർ കൂടി ചേരുകയാണ്. രാഹുൽ ഈശ്വർ, ആദ്യം ഈ ആരോപണം, ഈ ശബ്ദരേഖ പുറത്തു വന്ന ദിവസം താങ്കൾ പറഞ്ഞത് ആ രീതിയിലൊരു നിർബന്ധം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ താങ്കൾ
ആ നേരത്തെ പറഞ്ഞ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ? കോൺഗ്രസിനകത്ത് നിന്ന് പോലും രാഹുലിനെ പ്രതിരോധിക്കാൻ ആരും രംഗത്ത് വരാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏതായാലും 3 കാര്യങ്ങൾ. ഒന്ന്, ആദ്യം തന്നെ ഒരു കയ്യടി. അവന്തിക നാടകം പൊളിഞ്ഞു വീണ കാര്യത്തിൽ ഇനി ആർക്ക് സംശയമില്ലല്ലോ. ഓഗസ്റ്റ് 1 8:24 അവന്തിക രാഹുൽ മാങ്കൂട്ടത്തിലിനെ അങ്ങോട്ട് വിളിച്ചിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുടുക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അങ്ങോട്ട് വിളിച്ച്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങോട്ട് വിളിച്ചല്ലോ, എന്നിട്ട് ഒരു പ്രത്യേക ചാനലിലെ റിപ്പോർട്ടർ ഇങ്ങനെ പരാതിയും മറ്റും ഉണ്ടോ എന്ന് പറഞ്ഞു. ആ അവന്തിക എങ്ങനെയാണ് 3 ആഴ്ചയ്ക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നെ റേപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു ഹൈദരാബാദിലേക്ക് വിളിച്ചു എന്നൊക്കെ പറയുന്നത്? അപ്പോ അവന്തികയുടെ നാടകം എന്തായാലും പൊളിഞ്ഞു വീണെന്ന കാര്യത്തിൽ ഇനി ആർക്ക് സംശയമില്ലല്ലോ. ശ്രീ പ്രശാന്ത് ശിവൻ അടക്കം ആ സമീപനം എടുക്കുന്നതിന് അവന്തികയുടെ കാര്യം അവന്തികയുടെയാണെന്ന സമീപനം എടുക്കുന്നു, സ്വീകരിക്കുന്നു. 2, ശ്രീ പ്രശാന്ത് ശിവനോട് യോജിച്ചൊരു കാര്യം കൂടി, രാഹുൽ മാങ്കൂട്ടത്തിൽ ബാക്കിയുള്ള ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. ആ ഉത്തരം കേൾക്കാൻ നമുക്കെല്ലാം അർഹതയുണ്ട്, നമുക്കെല്ലാം അധികാരവും ഉണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രീ പ്രശാന്ത് ശിവൻ പറഞ്ഞ പോലെ, അങ്ങോട്ട് യോജിച്ചോണ്ടാ പറയുന്നത്, പ്രശാന്ത് ശിവൻ പറഞ്ഞതുപോലെ എല്ലാ ചോദ്യങ്ങൾക്കും അക്കമിട്ട് മറുപടി നൽകണം. അതായത് ഏതെങ്കിലും പെൺകുട്ടിയെ അദ്ദേഹം അതോ അവർ തമ്മിൽ ഉണ്ടായ പ്രശ്നങ്ങളാണോ, അദ്ദേഹം പിതൃത്വം ഏറ്റെടുക്കാമെന്നിരിക്കാൻ പറഞ്ഞിരുന്നു. അപ്പൊ ആ പെൺകുട്ടിയാണ് വേണ്ട എന്ന് പറഞ്ഞത്. ആ പെൺകുട്ടിയുടെ പേര് പറയണ്ട, പക്ഷേ അവിടെ എന്താണ് സംഭവിച്ചത്? വേറെ അദ്ദേഹത്തിന് നേരെ ആ പ്രമുഖ അല്ലെങ്കിൽ ഒരു അഭിനേത്രി പറയുകയുണ്ടായി, തനിക്ക് ടെലിഗ്രാമിൽ അശ്ലീല സന്ദേശം അയച്ചു. ആ അയച്ച കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത്. അപ്പൊ എന്താണെന്ന് പറഞ്ഞാൽ കൃത്യമായൊരു ക്ലാരിറ്റി വേണമെന്ന കാര്യത്തിൽ ആർക്ക് സംശയമില്ല. 3, ഓർക്കുക, നമ്മുടെ നാട്ടിലെ നിയമവും ഭരണഘടനയും എന്ന് പറഞ്ഞാൽ ആദ്യം പരാതി, പിന്നീട് പോലീസ് അന്വേഷണം, പിന്നീട് കോടതി വിധിയാണ്. ഇവിടെ പരാതി പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പെൺകുട്ടിയും കൊടുത്തിട്ടില്ല. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ MLA സ്ഥാനം രാജിവെക്കുന്നത്? പരാതി, പോലീസ്, കോടതി, ഈ 3 കാര്യങ്ങളും ഇല്ല. ഓർക്കുക, ശ്രീ സുരേഷ് ഗോപിയുടെ നന്മയാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. ശ്രീ സുരേഷ് ഗോപി മുകേഷിന്റെ കാര്യത്തിൽ ചോദിച്ചു, മുകേഷിനെ കുറിച്ച് കോടതി എന്തെങ്കിലും പറഞ്ഞോ? ഇവിടെ കോടതി പറയുന്നില്ല, പോലീസ് അന്വേഷിക്കുന്നില്ല, പോലീസിൽ പെൺകുട്ടികളാരും പരാതി കൊടുക്കുന്നില്ല. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തിനാ രാജിവെക്കുന്നേ? ഇത് രാഷ്ട്രീയമല്ല. രാഹുൽ മാങ്കൂട്ടത്തിലും എനിക്ക് തമ്മിൽ യാതൊരു സൗഹൃദവുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് നേതാക്കന്മാർ രാജിവെക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. മുന്നിലെത്തിയ തെളിവുകളിൽ അവർക്ക് വിശ്വാസമുണ്ട്, അത് വ്യാജമായ തെളിവുകളാണെന്ന് അവർ വിശ്വസിക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ അവന്തികയുടെ കാര്യം, അതിനകത്താണ് പ്രശാന്ത് ശിവനോട് ചോദിക്കാനുള്ളത്. പ്രശാന്ത് ശിവൻ ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ നിന്നു എന്ന് പറയുന്ന ആക്ഷേപം വളരെ ശക്തമാണ്. അതുകൊണ്ടാണ് പ്രശാന്ത് ശിവൻ അവന്തികയുടെ കാര്യത്തിൽ മറുപടി പറയേണ്ടി വരുന്നത്. ഇതിനകത്ത് എന്ത് ഗൂഢാലോചനയാണ് ഞാൻ ചെയ്തത് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ പുറത്തു പറയുവാൻ തയ്യാറാണോ? അല്ലെങ്കിൽ ഗൂഢാലോചന ആരോപിക്കുന്ന ആളുകൾ ആ സംഗതി പുറത്തു പറയുവാനായിട്ട് തയ്യാറാവണം. 1. 2, അവന്തികയുടെ വിഷയത്തിൽ അതിൽ കൃത്യമായി ഞാൻ പറഞ്ഞ സ്റ്റാൻഡ് വളരെ കൃത്യമാണ്. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പത്രസമ്മേളനത്തിന് ശേഷം ഇതേ അവന്തിക തന്നെ ചാനലുകളിൽ വന്നിരുന്നുകൊണ്ട് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അദ്ദേഹം എനിക്കയച്ച മെസ്സേജുകൾ, ഞാൻ കേട്ടത് ശരിയാണ്, സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എനിക്കയച്ച മെസ്സേജുകൾ ഇത്തരത്തിലുള്ളതാണ്, അതുകൊണ്ട് എൻ്റെ ഫോൺ വേണമെങ്കിൽ പരിശോധിക്കാൻ ഇവർ കൊണ്ടുവയ്ക്കോട്ടെ, എൻ്റെ ഫോൺ പരിശോധിച്ചോട്ടെ എന്ന് അവന്തിക പറയുന്നുണ്ട്. ഇതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരത്തിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഇത്തരത്തിൽ കള്ളത്തരം നടത്തിയവർക്കെതിരെ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാമല്ലോ. എന്തുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ല? പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം ഈ ഗർഭഛിദ്രം നടത്തിയതിനൊക്കെ മറുപടി പറയും, അതുവരെ കാത്തിരിക്കണമെന്ന് പറയുന്നുണ്ട്. എത്ര കാലമാണ് കാത്തിരിക്കേണ്ടതായിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞ ഓഡിയോ നോട്ടുകളെല്ലാം കേരളം കഴിഞ്ഞ 4 ദിവസമായി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുപോലുള്ള ഒരാളാണോ പൊതുരംഗത്ത് പ്രവർത്തിക്കേണ്ടത് എന്ന ഭയാശങ്കയോടുകൂടിയാണ് കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഒരു കാരണവശാലും കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു എന്ന് പറയുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനം അത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ കോൺഗ്രസിന് വേണ്ടാത്ത ആളുകളെ, കോൺഗ്രസ് പാർട്ടിയിൽ തുടരുന്നതിന് ധാർമ്മികമായി ഉത്തരവാദിത്തമില്ലാത്ത ആളുകളെ കൊണ്ടുവന്ന് തള്ളുന്നതിനുള്ള സ്ഥലമാണോ പാലക്കാട് എന്ന് പറയുന്നത്? ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ആരോപണങ്ങളുള്ള ആളുകൾ രാഹുൽ ഈശ്വർ പറയുന്നുണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ സമീപനം നമ്മൾ സ്വീകരിക്കണമെന്ന്. സുരേഷ് ഗോപി മുകേഷ് വിഷയത്തിൽ സ്വീകരിച്ച സമീപനം നമ്മൾ സ്വീകരിക്കണമെന്നിപ്പോൾ നമ്മളോട് പറയുകയായിരുന്നു രാഹുൽ ഈശ്വർ. സുരേഷ് ഗോപിക്ക് ഈ വിഷയത്തിൽ നിലപാട് എന്താണ് എന്നറിയുമോ? ഇതിനകത്ത് മറ്റുള്ള ആളുകളുടെ നിലപാട് എന്താണെന്നുള്ളത് എനിക്കറിയില്ല.
പാർട്ടിയുടെ സ്റ്റാൻഡ് വളരെ കൃത്യമായിട്ട് തന്നെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട്, പാർട്ടിയുടെ സംസ്ഥാന ലീഡർഷിപ്പ് പറഞ്ഞിട്ടുണ്ട്, പാർട്ടിയുടെ ജില്ലാ നേതൃത്വം പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തിൽ BJPയുടെ നിലപാട് എന്താണ് എന്ന കാര്യത്തിൽ വളരെ വിശദമായി തന്നെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശരി പ്രശാന്ത്, വളരെ കുറച്ച് സമയമേ ഉള്ളൂ. രാഹുൽ ഈശ്വർ മറുപടി പറഞ്ഞോട്ടെ. അതെ, പാർട്ടിയുടെ നിലപാട് അതാണെന്ന് അദ്ദേഹം തറപ്പിച്ചു പറയുന്നു. രാഹുൽ ഈശ്വർ പറഞ്ഞ് അവസാനിപ്പിക്കാം. പെട്ടെന്നൊരു കാര്യം, ശ്രീ പ്രശാന്ത് ശിവൻ അടക്കമുള്ളവരെ അവന്തിക തെറ്റിദ്ധരിപ്പിച്ചിരിക്കാം. കാര്യം അവന്തിക പറയുന്നതല്ലേ ആർക്കാണെങ്കിലും വിശ്വസിക്കാൻ അവസരമുള്ളൂ. ഇന്ന് നമ്മൾ അവന്തികയുടെ വോയിസ് നോട്ട് കേട്ടു. ഓഗസ്റ്റ് 1 തനിക്ക് അങ്ങനെ യാതൊരു മോശം കാര്യവും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുണ്ടായില്ല എന്ന്. നോക്കൂ, ഇത് ധർമ്മസ്ഥല പോലെ ഒരു വ്യാജ പരാതി ആകരുത്. ധർമ്മസ്ഥല വന്നപ്പോൾ ഞാനും നിങ്ങളും നമ്മളെല്ലാം അത് ശരിയാണെന്ന് വിശ്വസിച്ച് എത്രയോ വാർത്തകൾ ചെയ്തു. പക്ഷേ ധർമ്മസ്ഥലയിൽ നടന്നതെല്ലാം വ്യാജ പ്രൊപ്പഗാൻഡയാണെന്ന് തെളിഞ്ഞില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതേപോലെ വ്യാജ പ്രൊപ്പഗാൻഡയാണോ എന്ന് അറിയണ്ടേ? അതുകൊണ്ട് പോലീസ് പരാതി, പോലീസ് അന്വേഷണം, കോടതി, അതുവരെ കാത്തു നിൽക്കാനുള്ള ക്ഷമ നമുക്ക് കാണിക്കണം. എന്നിട്ട് നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ കുരിശിലേറ്റാം. അതുവരെ വെയിറ്റ് ചെയ്യൂ. പക്ഷേ ഏതായാലും ഒരു പാർട്ടിക്ക് അത്തരത്തിൽ കാത്തിരിപ്പിലേക്ക് നീങ്ങാൻ കഴിയും എന്ന് തോന്നുന്നില്ല. കാരണം കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഇതിനോടകം തന്നെ തീരുമാനങ്ങൾ കൈക്കൊണ്ടിരിക്കുകയാണ്. തക്ക സമയത്ത് രാജി എന്ന് പറഞ്ഞിരിക്കുന്നത് വേറെ ആരുമല്ല, KPCC അധ്യക്ഷനാണ്. ആ തക്ക സമയം എപ്പോൾ എന്നതേ അറിയേണ്ടതുള്ളൂ. വളരെയധികം നന്ദി രാഹുൽ ഈശ്വർ, ഒപ്പം പ്രശാന്ത് ശിവൻ ഈ ഘട്ടത്തിൽ ഈ ഒരു ചെറിയ സമയത്തേക്കാണെങ്കിലും ഈ ചർച്ചയ്ക്ക് എത്തിയതിന് വളരെയധികം നന്ദി.